സ്നേഹഹർഷം ഭാഗം 72. അവൻ കൈയെത്തിച്ച് ഫയലെടുത്ത് തുറന്നു നോക്കി. പിന്നെ ഒരു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ദിയു, നീ? അവൻ ഉള്ളിലുണ്ടായ ഒരാളലോടെ അവളെ വിളിച്ചു. മഹിയേട്ടന് അതിലൊന്ന് ഒപ്പിട്. അവൾ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. എന്താ ദിയു ഇത്? നീ ഇതെന്ത് ഭാവിച്ചാ? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്ത് ഭാവിച്ചിട്ടാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? അവൻ ആദിയോടെ ചോദിച്ചു. മഹിയേട്ടാ, നമ്മുടെ കമ്പനി ഇപ്പോൾ അത്യാവശ്യം നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി മഹിയേട്ടൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ഈ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ എന്റെ ഷെയർ കൂടി മഹിയേട്ടന്റെ പേരിലേക്ക് എഴുതിയിട്ടുണ്ട്. മഹിയേട്ടൻ കൂടി ഒപ്പിട്ട് വക്കീലിനെ ഏൽപ്പിച്ചാൽ മതി. നീ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നെ കൂടുതൽ വേദനിപ്പിക്കാനോ? അവൻ സങ്കടത്തോടെ ചോദിച്ചു. അല്ല മഹിയേട്ടാ, മഹിയേട്ടൻ കൂടുതൽ സങ്കടപ്പെടാതിരിക്കാനാ ഞാനിത് ചെയ്യുന്നത്. നീ ഇങ്ങനൊക്കെ ചെയ്താല് ഞാൻ സന്തോഷിക്കുമെന്നാണോ? അവന്റെ സ്വരത്തിൽ സങ്കടം തിങ്ങി. ഇതിപ്പോ എന്താ? എന്റെ കൂടി പേരില്ലാന്ന് വെച്ച് കമ്പനി നമ്മുടേതാകാതിരിക്കില്ലല്ലോ. മഹിയേട്ടൻ എതിരൊന്നും പറയരുത്. ഇതെന്റെ സന്തോഷത്തിനാണെന്ന് വിചാരിച്ചാ മതി. അവൾ അതിലൊരു അവസാന വാക്കെന്നോണം പറഞ്ഞു. പിന്നെ അവനൊന്നും മിണ്ടിയില്ല. ഇനി പറയാനുള്ളത് മനസ്സിൽ അടുക്കി വെക്കുന്ന പോലെ അല്പനേരം അവൾ നിശബ്ദയായിരുന്നു. പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി. മഹിയേട്ടാ, ഞാൻ നാളെ നാട്ടിലേക്ക് പോകും. എന്നാ തിരികെ വരുന്നത്? അവൻ ചോദിച്ചു. ഞാൻ ഇനി തിരികെ വരില്ല. അവളുടെ സ്വരം വല്ലാതെ താണുപോയിരുന്നു. അവൾ പറഞ്ഞത് കേട്ട ഞെട്ടലിൽ അവൻ ചാടി എണീറ്റ് നിവർന്നിരുന്ന ശേഷം പകപ്പോടെ അവളെ നോക്കി. അവൻ അവളോടൊന്നും ചോദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ വാക്കുകൾ സങ്കടം കാരണം തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു. അത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം അവൾ പുതപ്പ് വലിച്ച് കഴുത്തറ്റം ചേർത്തുകൊണ്ട് എണീറ്റ് അവന്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. ഒരു കൈ കൊണ്ടവനെ ചുറ്റിപ്പിടിച്ചു. പിന്നെ പതിയെ പറഞ്ഞു. മഹിയേട്ടാ, ഞാൻ ഇനി ഇവിടെ കൂടുതൽ നിൽക്കാത്തതാ നല്ലത്. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോ മഹിയേട്ടനെ നേടണമെന്ന് എനിക്ക് തോന്നിയാലോ? അതുകൊണ്ട് അത് വേണ്ട. നമ്മുടെ പ്രണയം ഒരിക്കലും അവസാനിക്കാതെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ. അത് പകർന്നു നൽകി അതിന്റെ ആഴം കുറയ്ക്കുകയും വേണ്ട, മറ്റുള്ളവർക്ക് വേദന നൽകുകയും വേണ്ട. നമ്മുടെ പ്രണയം കാലാതീതമായി ഇങ്ങനെ നിലനിൽക്കട്ടെ. അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് ഇറുകെ പുണർന്നു. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താനാവുന്നില്ലല്ലോടി. ഞാൻ എന്താ ചെയ്യണ്ടേ ഈശ്വരാ? എനിക്കൊന്നും അറിയില്ലല്ലോ. വിലപിച്ചുകൊണ്ട് അയാൾ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. അവന്റെ ഭ്രാന്തമായ ചുംബനം ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ കണ്ണുകളും പുഴകളായി. വിതുമ്പലടക്കി അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. പിറ്റേന്ന് അവൾ പോകാനായി പാക്ക് ചെയ്യുന്നത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൻ നോക്കിയിരുന്നു. അവളെ നേടാനോ നഷ്ടമാക്കാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവനപ്പോൾ. എന്നിട്ടും അവസാന ശ്രമമെന്നോണം അവൻ ചോദിച്ചു. ദിയു മോളെ, നിനക്ക് ഇന്ന് തന്നെ പോണോടാ? പോണം മഹിയേട്ടാ, വൈകുന്നേരമാണ് ട്രെയിൻ. അതുവരെ നമുക്ക് പരസ്പരം പങ്കിടാൻ സമയം ഇനിയുണ്ട്. അവൾ നോവ് നിറഞ്ഞ ഒരു ചിരിയോടെ പറഞ്ഞു. പിന്നെ എന്തോ കൂടി പറയാനുണ്ടെന്ന മട്ടിൽ അവൾ അവനടുത്തായി വന്നിരുന്ന് അവന്റെ കൈ സ്വന്തം കൈക്കുള്ളിലെടുത്ത് പൊതിഞ്ഞു പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കാതെ ആ കൈകളിലേക്ക് നോക്കി അല്പനേരം ആലോചനയോടെ ഇരുന്ന ശേഷം അവൾ പറഞ്ഞു. മഹിയേട്ടാ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മഹിയേട്ട അനുസരിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. ഞാൻ പറയുന്നത് കേട്ടിട്ട് വെറുതെ എതിർത്ത് പറയാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് എന്തായാലും അതേപോലെ അനുസരിച്ചോളാന്ന് എനിക്ക് വാക്ക് തരണം. അവളുടെ വാക്കുകൾ കേട്ട് നിസ്സഹായനായി അവൻ അവളെ നോക്കിയിരുന്നു. പിന്നെ സമ്മതിക്കുന്ന മട്ടിൽ തലയനക്കി. ഞാൻ ഇവിടുന്ന് പോയാല് പിന്നെ മഹിയേട്ട എന്നെ അന്വേഷിക്കരുത്. എന്നെ ഒരു കാരണവശാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മളിനി പരസ്പരം കാണാതിരിക്കുന്നതാണ് രണ്ടുപേർക്കും നല്ലത്. എനിക്ക് മഹിയേട്ടനോടുള്ള പ്രണയം എന്റെ അവസാന ശ്വാസം വരെയും നിലനിൽക്കും.
മഹിയേട്ടന്റെ പ്രണയം എനിക്കുള്ളതാണെന്ന് എനിക്കറിയാം. അത് മാത്രം മതി എനിക്ക്, അത് മാത്രം. പറഞ്ഞു വന്നപ്പോൾ അവളുടെ വാക്കുകളെ ഇടർച്ച ബാധിച്ചു. മഹി ഒരു നിശ്ചലമായ അവസ്ഥയിലിരിക്കുകയാണ്. തന്റെ പ്രാണൻ പറഞ്ഞു പോകും പോലെ അവന് തോന്നി. എങ്കിലും അവൻ അവൾക്ക് വാക്കുകൊടുത്തു, ഇനി ഒരിക്കലും അവനായിട്ട് അന്വേഷിച്ചു വരില്ലെന്ന്. അന്നത്തെ ദിവസത്തെ മനോഹരമായ നിമിഷങ്ങളെ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാനും മഹിയേട്ടനും 2 വഴികളിലേക്ക്, എന്നാൽ ഒരേ മനസ്സോടെ പിരിഞ്ഞു. നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുക. ഞങ്ങളുടെ പ്രണയത്തിന്റെ ആകെ തുകയായ ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്തുക. പിന്നെ ഈ ഒരു കാര്യം ഞാൻ മഹിയേട്ടനോട് മനഃപൂർവ്വം പറയാത്തത് തന്നെയാണ്. ഞാനിത് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മഹിയേട്ടൻ എന്നെ തിരികെ വരാൻ സമ്മതിക്കില്ലെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് പറയാഞ്ഞത്. അങ്ങനെ പരസ്പരം വാക്ക് പാലിക്കാനൊന്നോണം പിന്നെ ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്നും വറ്റിപ്പോകാത്ത, ഇനി ഒരിക്കലും പറ്റാത്ത പ്രണയവുമായി ഇപ്പോഴും ജീവിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതം, എൻ്റെ ശ്വാസം, എൻ്റെ പ്രണയം. ഇത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനാകുമെന്നറിയില്ല. ഹാദിയ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ആനിയമ്മയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു. അവർ ഹാദിയയെ ചേർത്ത് പിടിച്ചു. 2 പേരും പരസ്പരം പുണർന്നിരിക്കുമ്പോൾ ഹാദിയ തന്റെ പ്രണയത്തിന്റെ ഓർമ്മകളിൽ പുഞ്ചിരിക്കുകയായിരുന്നു. ആനിയമ്മ അതേ പ്രണയത്തിന്റെ തീവ്രതയോർത്ത് ഹൃദയം പിടയ്ക്കുകയായിരുന്നു. ഇന്ന് സ്നേഹയുടെയും ഹർഷിന്റെയും വിവാഹ നിശ്ചയമാണ്. പാച്ചു അവിടെയും ഇവിടെയുമൊക്കെ ഓടി നടന്ന് ഒരിടത്തും ഒരു കുറവുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു. സ്നേഹതീരത്തിലുള്ളവരും പുത്തൻപുരയ്ക്കൽ ഫാമിലി മുഴുവനും നിശ്ചയം പ്രമാണിച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. നീലുവിനും ജന്മയ്ക്കുമൊപ്പം സ്നേഹയെ ഒരുക്കാൻ ഫാസിജയും കൂടി. പുറത്ത് ഹർഷും കൂട്ടരും വന്നെന്നറിഞ്ഞ സ്നേഹയുടെ മുഖം കൂടുതൽ വിടർന്നു. സ്റ്റേജിന് മുൻവശത്തായി ഒരിടത്ത് ആനിയമ്മയും ഹാദിയയും ഇരുന്നു. തൊട്ടടുത്തായി തന്നെ ട്രീസമ്മയും ഉണ്ടായിരുന്നു. നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നോക്കിക്കണ്ട് നടക്കുന്നതിനിടയിലും നീരജിന്റെ കണ്ണുകൾ തേടിക്കൊണ്ടിരുന്നത് ജന്മയെയായിരുന്നു. ഒടുവിൽ അവൻ അവളെ കണ്ടെത്തി. 2 കൈയിലും 2 ഐസ്ക്രീം വീതം പിടിച്ച് 4 ഐസ്ക്രീമും മാറി മാറി നുണഞ്ഞുകൊണ്ട് നടന്നു വരികയാണ് അവൾ. അവനെ മുന്നിൽ കണ്ട അവളൊന്നു നിന്നു. പിന്നെ എന്താ എന്ന ഭാവത്തിൽ അവന് നേരെ പുരികമുയർത്തി. 4 ഫ്ലേവറിലുള്ള ഐസ്ക്രീം ആയതിനാൽ ചുണ്ടിനു ചുറ്റും പല നിറങ്ങളിലുള്ള ക്രീം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ട അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ വീണ്ടും എന്താ എന്ന ഭാവത്തിൽ അവനെ നോക്കി. പിന്നെ കയ്യിലിരുന്ന ഐസ്ക്രീമിലേക്ക് നോക്കി. ഇതിന്ന് തരില്ല, വേണേൽ അവിടെ പോയി വാങ്ങിക്കോ. ഐസ്ക്രീം കൊടുക്കുന്നിടത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൻ ഒന്നുകൂടി അവൾക്കടുത്തേക്ക് ചേർന്ന് നിന്നു. പിന്നെ ചുറ്റുമൊന്ന് നോക്കിയ ശേഷം കൈ ഉയർത്തി അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരുന്ന ക്രീം വിരലിനാൽ തൊട്ടെടുത്തു. പിന്നെ ആ വിരൽ വായിലേക്ക് ചേർത്തു. എനിക്കിത് മതി. ഒരു ചിരിയോടെ അതും പറഞ്ഞ് ഒന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് അവൻ നടന്നുപോയി. അവൻ പോയി മറഞ്ഞിട്ടും ഐസ്ക്രീം കുടിക്കാൻ പോലും മറന്ന് അവൾ നിന്നിടത്ത് തന്നെ അന്തം വിട്ട് നിന്നു. അവളുടെ കയ്യിലൂടെ ഐസ്ക്രീം ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. പാച്ചു വണ്ടിയിൽ നിന്നെടുത്ത ഗിഫ്റ്റ് ബോക്സുകളെല്ലാം ഒന്നിനു മീതെ ഒന്നായി ഒരു മല പോലെ അടുക്കി വെച്ച് ഹാളിനകത്തേക്ക് നടക്കുന്നത് കണ്ടുകൊണ്ടാണ് നിത്യ കാറിൽ നിന്നിറങ്ങിയത്. അവന്റെ ആ പോക്ക് കണ്ട അവൾ ഓടി അവനടുത്തേക്ക് വന്നു. അല്ല, ആരിത്, ഹനുമാനോ? അവൾ അവനെ കളിയാക്കി. അവൻ ഗിഫ്റ്റോടുകൂടി കൈ ഒരു സൈഡിലേക്ക് മാറ്റിപ്പിടിച്ച് അവളെ നോക്കി. എന്താടി? അവൻ ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചോദിച്ചു. അതല്ല, പണ്ട് ഹനുമാൻ ഇങ്ങനെയാണോ മരുത്തോമലയുമായി പോയതെന്നൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. അവൾ വായ പൊത്തി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. നിന്റെ തന്തയോട് പോയി ചോദിക്കടി. അവൻ അവളോട് ദേഷ്യപ്പെട്ടു. അത് കേട്ടതും അവൾ മുന്നിലായി നടന്നു പോവുകയായിരുന്ന ദേവനെ വിളിച്ചു. അച്ഛാ, ദേ ഇവൻ അച്ഛനെ വിളിക്കുന്നു. അയാൾ ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നിന്നു. എന്താ? സൗമ്യഭാവത്തിൽ അയാൾ ചോദിച്ചു. അത് ഒന്നുമില്ലെങ്കിൽ ഇവള് വെറുതെ.
അവൻ നിന്ന് പരുങ്ങുന്നത് കണ്ട് അവൾ ഊറിച്ചിരിച്ചു. ശരി. പിന്നെ ഇവിടെ കിടന്ന് കൂടുതൽ കറങ്ങി കുരുത്തക്കേടുകൾ ഒപ്പിക്കരുത്. വെറുതെ അമ്മയുടെ ചീത്ത കേൾക്കാൻ നിൽക്കണ്ട. അവസാനം അയാൾ പറഞ്ഞത് സ്വന്തം പുത്രിയോട് തന്നെയാണ്. ഇല്ലച്ചാ, ഞാൻ നല്ല കുട്ടിയല്ലേ. അവൾ നിഷ്കളങ്കത അഭിനയിച്ചു. ഊവേ, എനിക്കറിയരുതോ നിന്നെ. അയാൾ ഒരു ചിരിയോടെ അകത്തേക്ക് പോയി. അവൾ ചമ്മി നിൽക്കുന്നത് കണ്ട പാച്ചു പൊട്ടിച്ചിരിച്ചു. അതുകൂടി കണ്ട അവൾ അവന്റെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. പാച്ചു നിന്ന് തുള്ളിപ്പോയി. അവന്റെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് പാക്കറ്റുകൾ ചറപറ നിലത്തേക്ക് വീണു. അത് കണ്ട അവൾ ജീവനും കൊണ്ടോടി. അവളുടെ പിന്നാലെ ഓടാൻ ഒരു നിവൃത്തിയുമില്ലാതിരുന്നത് കൊണ്ട് നിന്നെ പിന്നെ കണ്ടോളാടി എന്ന് പെറുപിറുക്കുന്നതിനിടയിൽ പാക്കറ്റുകൾ അവൻ വീണ്ടും പെറുക്കിയെടുക്കാൻ തുടങ്ങി. ചെറുക്കൻ കൂട്ടരെ സ്വീകരിക്കാൻ എല്ലാവരും വാതിലിന് മുന്നിൽ നിൽക്കുകയാണ്. വാതിലിന്റെ ഒരു സൈഡിലായാണ് ഹാദിയുടെ വീൽചെയർ. വീൽചെയറിന്റെ പിന്നിലായി ആനിയും ഉണ്ട്. ഇപ്പോൾ ഹാദിയുടെ നിഴലാണ് അവരെന്ന് തോന്നുന്നു. എപ്പോഴും എവിടെയും അവർക്കൊപ്പം ഉണ്ടാകും ആനിയമ്മ. സഫിയയും സുഹറയും ഹൈദറുമെല്ലാം മുന്നിൽ തന്നെയുണ്ട്. പുഞ്ചിരിയോടെ ഹർഷും അമ്മയും അപ്പച്ചിയും ബന്ധുക്കളുമെല്ലാം വാതിലിന് നേരെ നടന്നു വരുന്നത് മറ്റുള്ളവർക്കൊപ്പം പുഞ്ചിരിയോടെ തന്നെ ഹാദിയയും നോക്കിയിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് നടന്നു വരുന്ന ആ രൂപം ആളുകൾക്കിടയിലൂടെ ഹാദിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ പിടപ്പോടെ പിന്നെയും പിന്നെയും നോക്കി. അതേ ആൾ തന്നെയാണ്. തനിക്ക് തെറ്റിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഏതിരുട്ടിലും ഏതാൾക്കൂട്ടത്തിലും തനിക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ആളെ വീണ്ടും വീണ്ടും നോക്കി തിരിച്ചറിയേണ്ട കാര്യമില്ലല്ലോ. അവൾ ആനിയമ്മയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. അവളുടെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അമർത്തി പിടിച്ചിട്ടും ആനി ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ ആ കയ്യിൽ വെപ്രാളത്തോടെ കുലുക്കി വിളിച്ചു. അവളുടെ വെപ്രാളം കണ്ട് ആനി അവളുടെ നേരെ മുഖം താഴ്ത്തി. എന്തു പറ്റി? അവരുടെ സ്വരത്തിൽ വേവലാതി നിറഞ്ഞിരുന്നു. ആനി, ഞാൻ പറയാം. നീ ഇപ്പോ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോ. ആനി പതിയെ വീൽചെയർ തിരക്കിനിടയിലൂടെ തിരിച്ച് ഹാളിന്റെ അകത്തേക്ക് കയറി മറ്റൊരൊഴിഞ്ഞ ഭാഗത്ത് നിർത്തി. കിതപ്പോടെ വിളറി വിയർത്തിരിക്കുന്ന ഹാദിയെ അവൾ അമ്പരപ്പോടെ നോക്കി. നിനക്കിതെന്തു പറ്റി? എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഒന്നും മനസ്സിലാവാത്ത ആദിയോടെ ആനി ചോദിച്ചു. അത് ഞാൻ മഹിയേട്ടനെ കണ്ടു. ഇത്തവണ ഞെട്ടിയത് ആനിയാണ്. എവിടെ? നിനക്ക് തോന്നിയതാണേലോ. ചുറ്റും നോക്കുന്നതിനിടയിൽ ആനി പറഞ്ഞു. അല്ല, എന്റെ തോന്നലല്ല. ഞാൻ വ്യക്തമായി കണ്ടു. അവിടെ അച്ചുമോന്റെ ബന്ധുക്കളുടെ ഇടയില്. ഇടർച്ചയോടെ വെപ്രാളത്തോടെ ഹാദി പറയുന്നത് കേട്ട് ഇനി എന്ത് എന്ന മട്ടിൽ ആനിയമ്മ നിന്നു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് നാളെ കാണാട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.